ബിഗ് ബോസ് മലയാളം സീസൺ 8 വരുന്നു മക്കളെ. വമ്പൻ സെലിബ്രിറ്റികളുടെ താരനിര. 1 മില്യൺ പുറത്ത് ഫോളോവേഴ്സ് ഉള്ളവരാണ് വരാൻ പോകുന്നത്. ആരുടെ കൂടെ മത്സരിക്കാനാ? ആർക്കും അറിഞ്ഞുകൂടാത്ത നമ്മുടെ കോമണേഴ്സിന്റെ കൂടെ മത്സരിക്കാനാ. ഇത് കടുക്കും. സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ്. നിറച്ച് മലയാളികൾക്ക് അറിയാന്നുള്ള സെലിബ്രിറ്റികളാണ്. പണ്ടുള്ള ആൾക്കാർക്ക് 60 വയസ്സുള്ളവർക്കും 50 വയസ്സുള്ളവർക്കും 20 വയസ്സുള്ളവർക്കും അറിയാവുന്ന വെറൈറ്റി ടൈപ്പ് ഓഫ് സെലിബ്രിറ്റീസ്. പണ്ട് മുതൽ നിങ്ങൾ ആരാധിച്ചിരുന്ന ആൾക്കാർ മുതൽ ഇപ്പോ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ആൾക്കാർ വരെ നിറഞ്ഞിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ്. ഇത്തവണ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇപ്പം സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഇല്ലാത്തൊരു കാലം നമുക്കില്ല ഇപ്പോ, അല്ലേ? ഒരു ദിവസം പോലും ഇല്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ആൾക്കാർ ബിഗ് ബോസിനകത്തോട്ട് വന്നാലോ എന്റെ പൊന്നെ, നമ്മൾ പിന്നെ ബിഗ് ബോസ് നോക്കിയിരിക്കും. ബിഗ് ബോസിന് അത് ഭയങ്കര ഒരു പ്രൊമോഷൻ ആണ്, അല്ലേ? അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് വരാൻ പോകുന്നത് ഇത്തവണ നമ്മുടെ ബിഗ് ബോസിൽ. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വിശദ വിവരങ്ങൾ ഞാൻ പറയാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതാ പട്ടിക എന്നാണ്. ഓൾറെഡി 2 പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് അത് കാണാത്തവർ കണ്ടു നോക്കുക. അതിനകത്ത് വരാൻ സാധ്യതയുള്ള അത്യാവശ്യം അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സും ആർട്ടിസ്റ്റുകളും RJസും സിംഗേഴ്സും ഒക്കെയാണ് അതിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ലിസ്റ്റേ അല്ല. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എല്ലാം സെലിബ്രിറ്റീസ് ആണ്. ഭയങ്കര വലിയ സെലിബ്രിറ്റീസ് ആണ്. ഇത്തവണ നമുക്കറിയാം കോമണേഴ്സ് ഒരു 5-6 പേര് വരുന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും സെലിബ്രിറ്റീസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. കാരണം ആൾക്കാർക്ക് അറിയാന്നുള്ള ആൾക്കാർ അതിനകത്ത് വരാതെ പിന്നെ പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മറ്റേതോ അവര് വരുന്നടേ ഇവര് വരുന്നടേ ഈ പൊളിയായിരിക്കും. അങ്ങനെ ആൾക്കാർ കാണണമെങ്കിൽ സെലിബ്രിറ്റീസ് വരണം, അല്ലേ? അപ്പൊ സെലിബ്രിറ്റീസിന്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെലിബ്രിറ്റീസിന്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഇതിനകത്ത് പറയാൻ പോകുന്ന എല്ലാവരും ബിഗ് ബോസിലേക്ക് സെലക്ടഡ് അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് ബിഗ് ബോസ് ചിലപ്പോ വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ചിലപ്പോൾ ഓഡീഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ബിഗ് ബോസ് വിളിക്കാത്ത ആൾക്കാരുണ്ടാവാം, എന്റെ പ്രഡിക്ഷൻ ഉണ്ടാവാം. ചിലപ്പോൾ സെലക്ട് ആവാനുള്ള സമയമൊന്നും ആയില്ലല്ലേ. അപ്പം അങ്ങനെ ചിലപ്പോൾ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ സെലക്ട് ആയി കാണാം. എന്തായാലും ഇത് പ്രഡിക്ഷൻ ആയിട്ട് മാത്രമേ നിങ്ങൾ കണക്കാക്കാവൂ. ഇത് കൺഫേംഡ് ലിസ്റ്റ് ഒന്നും അല്ല. നമുക്കറിയാം ബിഗ് ബോസിലേക്ക് കയറുന്നതിന് 1-2 ദിവസമൊക്കെ മുന്നെയാണ് ഓരോരോ പേരുകൾ വീതമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പേരുകൾ പറയാനായിട്ട് തുടങ്ങിയാണ്. നിങ്ങൾ ഞെട്ടുന്ന പേരുകളാണ്. എല്ലാം അൻസിഫിന്റെ പ്രഡിക്ഷൻ മാത്രം. ഓക്കെ, ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പണ്ട് കാലത്ത് ഒരു ആക്ട്രസ് ആണ്. ഇപ്പോഴും പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. പക്ഷെ ഇപ്പൊ അധികം മൂവികളിലൊന്നും ഇല്ല. പക്ഷെ പണ്ട് കുറേ മൂവികളിൽ വന്നിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ച് തിമിർത്താടിയിട്ടുള്ള ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഭാമയെ നിങ്ങൾക്കറിയാമോ? ഭാമ നമുക്കറിയാം. ഇപ്പൊ സിനിമകളിലൊന്നും അങ്ങനെ അധികം ഇല്ല. അപ്പോൾ ഭാമ വന്നാൽ കൊള്ളാമായിരിക്കും. അപ്പോൾ ഭാമയുടെ പേര് ഞാൻ പ്രഡിക്ഷൻ ആയിട്ട് പറയുവാണ്. നമുക്ക് നോക്കാം. ഇതെല്ലാം പ്രഡിക്ഷനാണ് പഠിച്ചവനെ. അപ്പോൾ രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ യൂത്ത് ഐക്കൺസിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. ഒരു കോണ്ടന്റ് ക്രിയേറ്ററും സ്ട്രീമറും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്ട്രീമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ യൂത്തിനായിരിക്കുമല്ലോ അത്യാവശ്യം നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് ആസിഫ്. ഇതാണ് മുഹമ്മദ് ആസിഫിന്റെ പിക്ചർ. അപ്പോൾ മുഹമ്മദ് ആസിഫിനും ഞാനൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇപ്പൊ സ്ട്രീമേഴ്സിന്റെ കാലമാണ്, അല്ലേ? കുറേ സ്ട്രീമേഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് ഞാൻ നോക്കിയപ്പം ആസിഫ് ഈസ് ബെറ്റർ ആയിരിക്കും ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ. മാത്രമല്ല പുള്ളിക്കാരൻ ഒരു ജിം ടൈപ്പാണ്, ഒരു പൂക്കി ടൈപ്പാണ്. സോ സ്ട്രീമർ, അപ്പൊ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ കിട്ടും വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആസിഫിന്റെ പേര് പറയുന്നത്. ആസിഫ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇൻസ്റ്റാഗ്രാം ID. അടുത്ത മൂന്നാമത് ഞാൻ പറയുന്നത് ഒരു ബ്യൂട്ടി ബ്ലോഗറും ബ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീൽ ചെയ്യുന്ന ഒരു റീൽ ക്രിയേറ്ററാണ്. നമുക്കറിയാം എപ്പോഴും ബ്യൂട്ടി ബേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ജാസ്മിൻ ജാഫറൊക്കെ വന്നതുപോലെ, അല്ലേ? അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരാളുടെ പേര് ഞാൻ പറയുന്നത് ബ്യൂട്ടി ബ്ലോഗർ ആയിട്ടുള്ള നമ്മുടെ ഹരിത K നമ്പ്യാരാണ്. നിങ്ങൾക്കറിയാമോ ഹരിത K നമ്പ്യാർ? ഇതാണ് ഹരിത K നമ്പ്യാർ. നമ്മുടെ കൃഷ്ണകുമാറിന്റെ മോളായ ഹൻസികയുടെ ഒരു കട്ടൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. പെട്ടെന്ന് കണ്ടപ്പോൾ ഒറ്റ ലുക്ക് നോക്കിയപ്പോൾ എനിക്ക് ഹൻസികയുടെ ഒരു കട്ടൊക്കെ തോന്നി. അപ്പോൾ എനിക്ക് ഈ പുള്ളിക്കാരിയും വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഹരിത K നമ്പ്യാർ. അടുത്ത നാലാമത്തെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ സ്വന്തം ഹലോ മച്ചാമാരെ എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്ന നമ്മുടെ ജിയോ ജോസഫ്. അതായത് നമ്മുടെ M4 ടെക്കിലെ ജിയോ മച്ചാനാണ്. ഇപ്പൊ കുക്ക് വിത്ത് കോമഡിയിൽ, അതായത് നമ്മുടെ കോമഡി കുക്സിലുണ്ട്.
നമ്മുടെ ജിയോ മച്ചാൻ. അപ്പം ജിയോ മച്ചാനും ഞാനൊരു സാധ്യത കാണുന്നുണ്ട്. എസ്പെഷ്യലി കുക്ക് വിത്ത് കോമഡിയിൽ കൂടി ഉള്ളത് കൊണ്ട് ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അവിടെ ഇരുന്നോട്ടെ. അടുത്ത പേര് ഞാൻ പറയാൻ പോകുന്നതും കുക്ക് വിത്ത് കോമഡിയിലെ ഒരാളുടെ പേര് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഫുഡ് ബ്ലോഗർ കൂടിയായിട്ടുള്ള നമ്മുടെ ഹംഗ്രി മഹി. ഹംഗ്രി മഹി ഓൾറെഡി വരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ്. നമുക്ക് നോക്കാം ഹംഗ്രി മഹി വരുമോ. മഹേഷ് എന്നാണോ എന്തോ ഫുൾ നെയിം, അതോ ഇനി മഹി എന്നാണോ എന്തോ അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പം മഹി വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മഹിയെ നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വെച്ചേക്കാം, തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു മ്യൂസീഷ്യനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകാരൊക്കെ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇത്തവണ ഏത് പാട്ടുകാർ, എത്ര വലിയ പാട്ടുകാരൊക്കെ വരുമോ എന്നൊക്കെ ഇങ്ങനെ കുറേ തിരക്കി അതിൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ടുപിടിച്ച ഒരു മ്യൂസീഷ്യനാണ്. വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പേര് അഖില ആനന്ദ്. ഇതാണ് അഖില ആനന്ദ്. നമുക്ക് നോക്കാം ഈ പുള്ളിക്കാരി വരുമോ ഇല്ലയോ എന്നുള്ളത്. മ്യൂസീഷ്യനാണ്. കഴിഞ്ഞ തവണ നമ്മുടെ അക്ബറൊക്കെ വന്നതുപോലെ വരുമോ എന്തോ, ഞാൻ ജസ്റ്റ് ഗസ് പറയുന്നതാണ് മക്കളെ. ഇതിനൊന്നും എടുത്ത് നിങ്ങൾ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വരരുത്. അടുത്ത 7ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ കുക്ക് വിത്ത് കോമഡിയിലെ പേര് തന്നെയാണ്. കുക്ക് വിത്ത് കോമഡിയെ ശരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതരുത്. അതിനകത്ത് നിന്നും ചിലപ്പോൾ 1, 2, 3 ആൾക്കാരൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കുക്ക് വിത്ത് കോമഡിയുടെ കേസ് അങ്ങനെയാണ്. കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിൽ നിന്ന് 2-3 പേര് എപ്പോഴും വരും. നമ്മുടെ മലയാളത്തിൻ്റെ കാര്യമല്ല, തമിഴ് ബിഗ് ബോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുക്ക് വിത്ത് കോമഡിയിൽ എപ്പോഴും അതിൽ നിന്ന് 2-3 ആൾക്കാർ ബിഗ് ബോസിലോട്ട് കയറും. ബിഗ് ബോസിൽ വരുന്ന 2-3 ആൾക്കാർ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുക്ക് വിത്ത് കോമഡിയിലോട്ട് വരും. അത് എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയുന്നത്. ഫോട്ടോ തപ്പിയിട്ട് കിട്ടുന്നില്ല. നമ്മുടെ സ്വന്തം സന്ധ്യാമ്മ, അതായത് കടൽ മച്ചാൻ്റെ അമ്മയായിട്ടുള്ള നമ്മുടെ സന്ധ്യാമ്മ. അങ്ങനെ നമ്മുടെ സന്ധ്യാമ്മയുടെ ഫോട്ടോ കിട്ടിയിരിക്കുകയാണ്. സന്ധ്യാമ്മ. അപ്പോൾ സന്ധ്യാമ്മ വരാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കുറേ തപ്പി ഫോണിൽ എവിടാണ്ടൊക്കെയോ കിടക്കുമായിരുന്നു. അപ്പോൾ സന്ധ്യാമ്മയും വരാനായിട്ടുള്ള ഒരു സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. നോക്കാം. അടുത്ത 8ാമത്തെ പേര് ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഈ പുള്ളീനെയൊന്നും ഇഷ്ടമല്ലാത്ത ആരും കാണൂല. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അഖിൽ NRD ആണ്. അഖിൽ NRD. ഞാൻ അഖിൽ NRDയുടെ പേര് പറയുവാണ്. ഇതെല്ലാം പ്രഡിക്ഷനാണ്. അപ്പം അഖിൽ NRDയും വരാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത 9ാമത്തെ പേര് ഞാൻ പറയുന്നത്, ഈ പുള്ളിക്കാരനും സെലിബ്രിറ്റി തന്നെയാണ്. നമ്മൾ പ്രേക്ഷകർ വരണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ് ഈ പുള്ളി. വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നില്ല ഒരാളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പേര് നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം തട്ടിയും മുട്ടിയുമിലെ സിദ്ധാർത്ഥ് പ്രഭു. നിങ്ങൾക്ക് അറിയായിരിക്കും തട്ടിയും മുട്ടിയും എന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മുടെ ഉപ്പുമുളകിലൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെയും ഫോട്ടോകൾ എനിക്ക് മടിയായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ എവിടെയൊക്കെ കിടക്കണ കിട്ടി. നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു. ഓക്കെ, സിദ്ധാർത്ഥ് പ്രഭുവും വരാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത 10ാമത്തെ പേര് ഞാൻ പറയുന്നത്, ഈ പുള്ളീനെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ? അത്രയ്ക്ക് ആൾക്കാർക്ക് അറിയാം. അങ്ങനത്തെ ഒരാളാണ്. മറ്റാരുമല്ല, നമ്മുടെ LGBTQവിൻ്റെ രോമാഞ്ചകഞ്ചുകമായ നമ്മുടെ സ്വന്തം ജാസിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഞാൻ മൊത്തം 10 പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കര നീണ്ട ലിസ്റ്റല്ല, സെലിബ്രിറ്റികളുടെ ലിസ്റ്റാണ്. അപ്പോൾ 20 എണ്ണം പൊക്കി പിടിച്ചെടുത്തുകൊണ്ട് വരാൻ എൻ്റെ പറയരുത്. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച എൻ്റെ പ്രഡിക്ഷനായിട്ടുള്ള ലിസ്റ്റുകളാണ്. ഭാമ, മുഹമ്മദ് ആസിഫ്, ഹരിത കെ നമ്പ്യാർ, ജിയോ ജോസഫ്, മഹി, അഖില ആനന്ദ്, സന്ധ്യാമ്മ, അഖിൽ NRD, സിദ്ധാർത്ഥ് പ്രഭു, ജാസി. ഈ 10 പേരെ നമുക്ക് വെച്ചേക്കാം. ആരെങ്കിലും 1 or 2 പേരെങ്കിലും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റുകളിൽ നിന്നും അതുപോലെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കാം. അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ വരട്ടെ പോരട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി നിങ്ങളുടെ പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റാണ്. പ്രേക്ഷകരെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് പൊക്കി നോക്കുമ്പോൾ കിട്ടും. അതിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബിഗ് ബോസിൽ വരണം എന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുള്ള ഒരു പേര് ഒരെണ്ണേ കമൻറ്റ് ചെയ്യാവും. ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് പറഞ്ഞെല്ലാം 2 ദിവസം കൂടി ഞാൻ നിങ്ങൾക്ക് സമയം തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് പറയുന്ന പേരുകൾ നമുക്ക് നോക്കി പറയാം. അതിൽ നിന്നൊക്കെ ബിഗ് ബോസ് വിളിക്കുവാണെങ്കിൽ വിളിക്കട്ടെ. ഇത്രയും പേരുകളാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. എല്ലാം പ്രഡിക്ഷനാണ്, നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് കൺഫർമേഷൻ ലിസ്റ്റൊക്കെ ഏതാണ്ട് പയ്യെ അറിയാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. എല്ലാവർക്കും അറിയാതല്ല. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാലും ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എന്നാലും നമുക്ക് നോക്കാം ഇവരിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഇത്തവണയെങ്കിലും 1 lakh അടിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.